സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു നമ്മൾ. ഞാൻ ഇതിൽ കഴിക്കുന്ന എൻ്റെ കസേര ഞാൻ തന്നെ വൃത്തിയാക്കും. അത് വെള്ളം ഒഴിച്ച് ഞാൻ കഴുകും. അമ്മ ചുമ്മാ തുടച്ചെടുക്കും. അതെ. ഇരിക്കുന്നു നോക്ക്. ടാറ്റാ ടാറ്റാ ടാറ്റേ 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 ടാറ്റേ. നമ്മൾ കുളിച്ച് സുന്ദരിയായല്ലോ. നമ്മൾ പുതിയ ഉടുപ്പൊക്കെ ഇടുമല്ലോ അല്ലേ? ആരത്? ആരവിടെ അനങ്ങുന്നേ? ഇതാരവിടെ അനങ്ങുന്നേ? വിളിച്ചി കണ്ടേ? ാണോ ഇത്? ഇത് ക്യൂട്ടിപ്പയ്യാണോ? അവന് മോനെ കുളിച്ച് സുന്ദരിയായോ? ഇത്തോട് പോകുമ്പോ എന്ന് ഭയങ്കര സങ്കടം വരും. അങ്ങനെ അവള് പോവാ. എനിക്ക് വയ്യ. എനിക്ക് ഞങ്ങള് മാത്രമായി എന്നൊക്കെ. അങ്ങനെ സ്ത്രീയും പോയി, ചേട്ടനും ഷിഫ്റ്റിന് പോയി, ഇപ്പം ഞാനും ശാസ്ത്രക്കുട്ടി മാത്രമായി അല്ലേ? ഞങ്ങൾ മാത്രമായി വീട്ടിൽ. ഇനി 2 ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. ഇപ്പം തന്നെ എൻ്റെ മൂടൊക്കെ ആകെ എന്തോ മാതിരിയാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സങ്കടം കരച്ചിലൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു വീണ്ടും എന്തോ ഒരു ഒറ്റയ്ക്കായൊരു ഫീല്. മാറുമായിരിക്കും. ഇന്നിവിടെ ഭയങ്കര ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അൺസഹിക്കബിൾ ചൂട്. ശാസ്ത്രക്കുട്ടി ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് പാലൊക്കെ കുടിച്ച് അവളെ കിടന്ന് ഉറങ്ങി. ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. ഉറങ്ങിക്കിടന്ന് കൊച്ചാണ് പോണ പോക്ക്. ഇത് ആദ്യത്തെ സംഭവം കേട്ടോ. ഇങ്ങനെ പെടച്ചോടിച്ചെല്ലണത്. ഗുഡ് മോർണിംഗ് ഗൈസ്. വെൽക്കം ടു മൈ ഡെയിലി വ്ലോഗ്. വെൽക്കം പറഞ്ഞോ. ഗുഡ് മോർണിംഗ് പറ. ഞങ്ങളിന്ന് രാവിലെ തന്നെ ഒരു വ്യൂവിങ് ഇറങ്ങിയതാ. ശരിക്കും ഇതിക്ക് പോവാം. സഹസ്രക്കുട്ടി ആരത്? ആരാ? എവിടെയാ രാവിലെ എന്നിട്ട് പോയത്? ആരാ രാവിലെ എന്നിട്ട് എവിടെയാ പോണേ? ചുമയൊക്കെ വന്നേ. വ്യൂവിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി. ഇതേ അച്ചയ്ക്ക് പോകാൻ സമയമായപ്പോഴേക്കും അച്ഛ പോവാണ്. അപ്പം അച്ചയ്ക്ക് യാത്ര പറയാൻ വന്ന് നിൽക്കോ ഞങ്ങൾ അല്ലേ? ഓക്കെ ബൈ. അച്ഛ പോയി അല്ലേ? ഞങ്ങളുടെ മറ്റേ ഐ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇൻഫെക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്ത പോലെ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇന്നലെ വ്യൂവിങ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ അധികം ഒന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട്. ഉറക്കം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇന്നലെ ആണെങ്കിലും ഇവള് ഇടയ്ക്കുന്ന ഇങ്ങനെ എഴുന്നേറ്റിട്ട് കരയുമായിരുന്നു. ഉറങ്ങാനും കുറേ ലേറ്റായി. സാധാരണ അങ്ങനെ കിടത്തുമ്പോൾ ഉറങ്ങുന്നതാണ്. ഇപ്പം ഇന്നലെ ഉറങ്ങാനും കുറച്ച് ലേറ്റായി. പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് അവളിങ്ങനെ കിണുങ്ങുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ കൂടെ കിടന്നിട്ടാണ് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാനെടുത്ത് മാറ്റി കിടത്തിയത്. അതുകൊണ്ട് ഇന്നും എനിക്ക് അത്ര നല്ലൊരു കണ്ടീഷനിലല്ല. എന്നാലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ വീണ്ടും ഒരു വ്യൂവിങ്ങിന് വേണ്ടി പോവുകയാണ്. ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. 12 മണിക്കാണെന്നാണ് പറഞ്ഞത്.
അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക ഞാൻ. ആള് ഇന്ന് നല്ല സുഖമുണ്ട്, കിണുങ്ങിക്കൊണ്ടിരിക്കുക. ഞാനങ്ങനെ എടുത്ത് ഒക്കത്ത് വെച്ചേക്കുക. ഇത് അങ്ങനത്തെ ഒരു സീസണാണെന്ന് തോന്നുന്നുണ്ട്. എന്താ റീസൺ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി പുതിയൊരു പല്ല് ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. ഇനി അതിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് പക്ഷേ പൊട്ടി പുറത്തേക്ക് വന്നിട്ടില്ല. നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു പല്ല് വരുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ എന്തെങ്കിലും ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇനി അതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ മറ്റേ കണ്ണിൻ്റെ കാര്യത്തിൽ അത് വെയിറ്റിംഗ് ആണ് അവർ വിളിക്കാൻ വേണ്ടിയിട്ട്. എന്നാ വിളിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പം തിങ്കൾ ചൊവ്വയൊക്കെ ആകുമ്പോൾ വിളിക്കുമായിരിക്കും. ഇന്നിപ്പം സാറ്റർഡേ ആണ്. ഇന്ന് വിളിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം. അപ്പോൾ ശരി, ഞങ്ങൾ പോകുമ്പോൾ കാണാം. ഞാൻ പറഞ്ഞ പോലെ സ്ഥലത്തെത്തി ഗൈസ്. ആള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ ലിഡിലും കൂടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ദേ വന്നേക്കുവാ. പോവാം, ഷോപ്പിങ്ങിന് പോവാം. കുട്ടിമ്മ, എൻ്റെ പൊന്നെ എന്തൊരു ചൂടും വെയിലോ. കുട്ടിമണി കുട്ടിമണി വെച്ചോ ഒക്കൊന്നോ. ഫ്ലവർ മേടിക്കണം. സൂര്യകാന്തി കൊഴിഞ്ഞു പോയി നമ്മുടെ. കറക്റ്റ് സൂര്യകാന്തി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവർ രാവിലെ സാധനം കൊണ്ട് വെക്കുന്നേ ഉള്ളേ. ഇവിടെ ഒരാൾ കാത്തു നിന്ന് ആ സാധനം വെക്കുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരുവാണ്. ഞങ്ങൾക്ക് കുക്കറിൻ്റെ സൗണ്ട് പേടിയാണ് ഗൈസ്. ചില ദിവസം ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കത്തില്ല, അതുകൊണ്ട് പേടിക്കാറിയത്തില്ല. പക്ഷെ ഇന്ന് അത് വർക്കായില്ല. അങ്ങനെ പിന്നെ ഞാൻ അദ്ദേഹത്തെ കയ്യിലെടുത്ത് വെച്ചേക്കും. നമ്മൾ സാധനമൊക്കെ മേടിച്ചു, വീട്ടിൽ വന്നു. എന്നിട്ട് സഹസ്രക്കുട്ടിയുടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കുക്കറിൻ്റെ സൗണ്ടാ കേൾക്കണേ. അച്ചയ്ക്ക് പോകാൻ സമയമായി. അച്ഛ പറന്ന് കുപ്പി കഴുകുകയാണ്. അച്ഛ പറന്നാണ് ബോട്ടിൽ എഴുതുന്നത്. അങ്ങനെ അത് ഓഫ് ചെയ്തിട്ട് വേണം എനിക്ക് അകത്ത് കയറാൻ. പോവാണോ കൊച്ചു? പോവാണോ അച്ഛ കൂടെ പോവാ? എന്നിട്ട് മുഖമൊന്നും തുടച്ചില്ല ഇരിക്കുന്നവർക്ക്. ഓ എന്റെ പൊന്നെ എന്തൊരു വീടാ, സഹിക്കാൻ പറ്റുന്നില്ല മകളാ. എനിക്ക് വയ്യ ഇനി മൈഗ്രൈൻ എടുത്ത് കിടക്കാൻ. ഒന്നും പറഞ്ഞതേ ഉള്ളെന്നൊക്കെ. നമുക്ക് അകത്ത് കയറാടാ. ഞാനും വരുന്നൊക്കെ. അച്ഛ പോയി. അച്ഛ പോയിട്ട് തിരിച്ചു വരുന്നു. എന്തോ മറന്നു. എന്താ പറഞ്ഞേ? സേഫ്റ്റി ഷൂസ് ആണോ? ഷൂസാണോ പറഞ്ഞേ? വീട്ടിലിടുന്ന ചെരുപ്പ് ഇട്ടിട്ട് പോയി. ഓക്കെ, ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു വ്യത്യാസം അല്ലേ മക്കളെ? ചെറിയൊരു കാര്യം മറന്നുപോയി എന്നൊക്കെ. അവര് തരത്തില്ലേ ഷൂ? ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ഇതേപോലെ വന്ന് എൻ്റെ അടുത്ത് കിടക്കും. അമ്മ കൊച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാണുന്ന അച്ഛയ്ക്ക് കുശുമ്പ് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികം. നമുക്ക് ചില സമയത്ത് നമുക്കിങ്ങനെ കൊഞ്ചും നമ്മള് അല്ലേ? കൊഞ്ചലാണ് കൊഞ്ചല. ഒരു സംഭവമുണ്ടേ, അതിപ്പോൾ ചെയ്യുമോയെന്ന് അറിയത്തില്ല. ചെയ്യുവാണെങ്കിൽ കാണിക്കാം. ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും മുട്ടി നിൽക്കും. എൻ്റെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും വന്ന് മുട്ടി നിന്നിട്ട് കാലും കൈയിട്ട് ഇങ്ങനെ പെടയും. അത് കാണാൻ നല്ല രസമാണ്. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കും, എന്നിട്ട് വീണ്ടും പെടയും, എന്നിങ്ങനെ നോക്കും. അത് നല്ല രസമാണ് കാണാൻ. ചെയ്യുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ.
ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉമ്മ കൊടുക്കണം. അപ്പോൾ പിന്നെ ഇതുപോലെ കാണിക്കും. ഉണ്ടോ? ഇപ്പോഴത്തെ കളിയത്. ഇപ്പോഴത്തെ അല്ല കേട്ടോ, കുറെ നാളുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കാണിക്കും. ഇപ്പം ഇത് ഇച്ചിരി കൂടുതലാണ്. കാലുണ്ടോ? ചൂടാ ഗൈസ്, ഇവിടെ ഭയങ്കര ചൂടാ. അവളുടെ ദേഹത്തൊക്കെ ചെറിയ റാഷ് പോലെ വരുന്നുണ്ട്. അപ്പം എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ ഉടുപ്പൊന്നും ഇട്ട് കൊടുത്തില്ല. ചൂടൊക്കെ അങ്ങോട്ട് മാറട്ടെ എന്ന് വിചാരിച്ചു. ഫാൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇവിടുത്തെ 2 വിൻഡോസിലും വെയിലടിക്കും. രാവിലെ മുതൽ ഉദിക്കുന്നത് മുതലുള്ള വെയിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അത് ബെഡേൽ എന്താ ഓ എന്താ ഡാഡാഡോ ഡാഡിഡാഡോ. തലവേദന എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തലവേദനിക്കുന്നുണ്ട്. മൈഗ്രെയിൻ്റെ അത് എനിക്കിതുവരെ മാറിയിട്ടില്ല ഗൈസ്. ഇന്നലെ ഉറക്കം ശരിയായില്ല. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ, എനിക്കിപ്പോൾ കണ്ണൊക്കെ വേദനിക്കുന്നു. എനിക്കിങ്ങനെ ഒരു ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. അയ്യോ, ഇതിപ്പോൾ ചൂടായത് കാരണം ഈ വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ട് പുറത്തെ ബഹളവും വണ്ടി പോകുന്ന സൗണ്ടും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നു. ഈ കുട്ടിമണിയാണെങ്കിൽ ഉറങ്ങുന്നുമില്ല. ഞാൻ ഉറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൾ ഉറങ്ങുന്നില്ല. എന്നിട്ട് അവൾക്ക് ഞാനിപ്പോൾ നോക്കിയത് എന്താ ഇങ്ങനെയൊക്കെ ഇന്നലെ ഇതുപോലെ ആയിരുന്നു. ഇച്ചിരി നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാനിന്ന് നോക്കുമ്പോൾ ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും പല്ല് വരുന്നു. ഈ വീഡിയോ ഈ ഒരു ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇവൾക്ക് പല്ല് വരുവാണല്ലോ ദൈവമേ. അതിൻ്റെയാണ് കണ്ടോ കൈ ഉണ്ടോ കടിച്ചുകൊണ്ടിരിക്കണ. കൈ കിട്ടണമൊക്കെ എടുത്ത് കടിക്കുക. അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്കിങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ ഇങ്ങനെ വേദനിക്കുന്ന പോലെ അങ്ങോട്ട് കരയും. അങ്ങനെ പാവം. അങ്ങനെ നീയൊന്ന് കിടന്നുറങ്ങണം. അല്ലെങ്കിലേ തലവേദനയാ. പൊടി പിടിച്ച് വലിക്കല്ലേ. നാളെ ഇനി ആമ്പൂന് ഓഫാണ്. അപ്പം നാളെ കുറച്ച് ആമ്പു ഹെൽപ്പ് ചെയ്യുമല്ലോ. അതുകൊണ്ട് നാളെയെങ്കിലും കിടന്നുറങ്ങണം ഗൈസ്. നിങ്ങൾ പറയേ സഹസ്രക്കുട്ടിയോട് ഉറങ്ങാൻ പറയേ. ഉറങ്ങോ കൊച്ച്? ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവള് വിൻ്റർ ബേബിയാണ്. അപ്പം ചൂടൊക്കൊട്ടും പറ്റത്തില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് പിന്നെ ഞാൻ ഉടുപ്പൊന്നും ഇടാണ്ട് ഇങ്ങനെ ഫാൻ്റെ കാറ്റടിക്കുമല്ലോ അങ്ങനെ. അപ്പം ശരി, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഫുഡ് കഴിച്ചു. സഹസ്രക്കുട്ടി ഇന്ന് കഞ്ഞിയും പയറും കഴിച്ചു അല്ലേ? ഞാൻ അതിൻ്റെ ബാക്കി വന്ന അവൾക്കുണ്ടാക്കിയതാണ്. ഞാൻ അതിൻ്റെ ബാക്കി വന്ന അതും കഞ്ഞിയും കഞ്ഞി ഉപ്പൊന്നും ഇടാണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചിക്കൻ കറിയും കൂട്ടിയിട്ട് എൻ്റെ ലഞ്ച് കഴിഞ്ഞു. ഇനി രാത്രിയിൽ ഇന്ന് ഒരു സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ നിന്ന് കുക്ക് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തേലും തട്ടിക്കൂട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. തട്ടിക്കൂട്ടെന്ന് പറയുമ്പോഴും എന്തായാലും ഇന്നലെ ഇതുപോലെ തട്ടിക്കൂട്ടായിരുന്നു. രാത്രിയിൽ മാഗിയാണ് അമ്പൂന് കൊടുത്തത്. ഞാനും അതാ കഴിച്ചത്. അപ്പോൾ ഇന്നും കൂടി എന്നോട് പറഞ്ഞു കാര്യമായിട്ട് കുക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട, തട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ലിഡിൽ കയറിയപ്പോഴത്തേക്കും ബർഗർ പാറ്റി കണ്ടു. അപ്പോൾ ബീഫിൻ്റെ ബർഗർ പാറ്റി വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ബർഗർ ഉണ്ടാക്കാം. അപ്പം ഞാൻ ബർഗർ സോസും കൂടി മേടിച്ചു. ഓക്കെ, എന്തോ സൗണ്ട് കേട്ട് നോക്കിയതാ. എന്ത് കിട്ടിയാലും വായിലെടുത്ത് നോക്കുകയെ. പേപ്പർ കിലുങ്ങുന്ന പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പേപ്പറൊന്നും ബെഡിലില്ലല്ലോ. അങ്ങനെ
അപ്പോൾ ഇന്ന് ബർഗറാണ് രാത്രിയിൽ. എന്തേ പല്ല് നോക്കട്ടെ, പല്ല് കാണിച്ചേ കൊച്ച്, പല്ല് കാണിച്ചു തരുമോ? എവിടെ വായിൽ പല്ലെവിടെ നോക്കട്ടെ, പല്ലെവിടെ? ആ പറഞ്ഞേ, കണ്ട പല്ല് കണ്ടോ? മുകളിലത്തെ പല്ല് കണ്ടോ? ആ പല്ലിൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്ന പല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിനായിട്ട് ആണ് അടുത്ത പല്ല് വരുന്നത്, മുകളിലത്തെ പല്ല്. കണ്ട പല്ല് കണ്ടോ? പറഞ്ഞേ, പറഞ്ഞേ, പറ പല്ല് കണ്ടോ? അച്ഛൻ വന്നു. ഞങ്ങളിതേ ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അച്ഛയെ കാണുമ്പോൾ എക്സ്പ്രഷൻ കാണിച്ചു തരാം. എന്താണ് ഇങ്ങനെ തിരിപ്പിരി കൊള്ളണ? എനിക്കാണെങ്കിൽ കൈ വേദനിച്ചിട്ട്. ആരാ? കിച്ചണിലോട്ടാണോ? നാണം വന്നു. ആരാ വന്ന്? ആരാ വന്നേ? ഇപ്പൊ കഴിച്ച പണി കിട്ടുമ്പോ നല്ല ചൂട്. ഇന്ന് നല്ല തണുപ്പ്. ഇന്നല്ല, മീൻസ് ഇന്ന് രാത്രിയിൽ ആയല്ലോ. നല്ല തണുത്ത കാറ്റും നല്ല നല്ല ചിൽ മൂഡാണെന്ന്. ഇപ്പം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇരിക്കാൻ സുഖമുണ്ട്. അല്ലെങ്കിൽ മിനിഞ്ഞാന്നൊക്കെ ആണെങ്കിൽ കിച്ചണിലൊന്നും ഈ സമയത്ത് പോലും ഇരിക്കാൻ പറ്റത്തില്ലാണ്, അത്രയ്ക്കും ചൂടായിരുന്നു. ഇന്നിപ്പോൾ രസമുണ്ട്. നൈസാ. ഞാൻ ഉള്ളിയില്ലേ കുറച്ച് കാരമലൈസ്ഡ് ആക്കി ഇട്ടു. മനസ്സിലായി, അത് അവിടെ കിട്ടും ഇതായിട്ട് കിട്ടും. വെള്ളം ഒഴിച്ചാ വെള്ളം ചൂടാക്കില്ല.